വിളിച്ചു വരുത്തി കൊല ചെയ്യുന്ന ഒരു വാർത്ത നമുക്ക് കഴിഞ്ഞ 2 മാസം മുൻപും അങ്ങനെ ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. കലവൂരിൽ സുഭദ്രയെ വിളിച്ചു വരുത്തി വീട്ടിൽ താമസിപ്പിച്ച് അല്ലെങ്കിൽ അവരുമായുള്ള സൗഹൃദമൊക്കെ നേരത്തെ മുതൽ തന്നെ തുടർന്നതിന് ശേഷം കൊലപ്പെടുത്തുന്ന സുഭദ്ര കൊലക്കേസ്. അപ്പോൾ സെപ്റ്റംബറിലാണ് നമ്മൾ ആ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അവരെ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിൽ താമസിപ്പിച്ച് സൗഹൃദമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കൊലപ്പെടുത്തുന്നത്. സമാനമായ രീതിയിലല്ലേ ഈ കൊലപാതകത്തിന്? ശരിക്കും റോസമ്മയുടെ കൊലപാതകത്തിൽ സഹോദരനാണ്, അവർ തമ്മിലുള്ള വാക്കുതർക്കമാണ്. പക്ഷേ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇപ്പോൾ കലവൂരിൽ സുഭദ്ര കൊലക്കേസിൽ നമ്മൾ കണ്ടതിന് സമാനമായ ഒരു സാഹചര്യമല്ലേ ഇവിടെ ഇപ്പോൾ വിജയലക്ഷ്മി കൊലക്കേസിലും സംഭവിച്ചിരിക്കുന്നത്? സുജയ, അത് തന്നെയാണ്. ഇരുവരും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ വിജയലക്ഷ്മി സഞ്ചരിച്ച വഴികൾ, അതായത് വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ ഫോൺ എവിടെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ടവർ ലൊക്കേഷനൊക്കെ തന്നെ പോലീസ് സ്വാഭാവികമായും പരിശോധിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ CDR ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്ന് ഇത്തരത്തിൽ ജയചന്ദ്രനുമായി സൗഹൃദമുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നു. നിരന്തരം ജയചന്ദ്രനെ ഫോൺ വിളിച്ചതായൊക്കെ പോലീസ് കണ്ടെത്തുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ജയചന്ദ്രനിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നതാണ്. ഇരുവരും തമ്മിൽ എന്താണ് പ്രശ്നമുണ്ടായത്, കൊലപാതകം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്നതാണ്. ആസൂത്രിതമായി കൊലപാതകം നടത്തിയതാണെന്ന് വ്യക്തമാവുമ്പോഴും പെട്ടെന്നുള്ള മോട്ടീവാണോ കൊലപാതകത്തിന് പിന്നിലെന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും ജയചന്ദ്രൻ പോലീസിനോട് വിശദീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം നഗ്നമായ നിലയിലായിരുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും വീടിന് സമീപത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. പൂർണ്ണമായും മൃതദേഹം പുറത്തെത്തിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധന ശരത്തിലേക്കൊന്ന് പോകാം, ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. വിനിത തുടരുക. ശരത്ത്, ഇപ്പോൾ കരൂരിലെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തോ? നഗ്നമായ രീതിയിലാണ് മൃതദേഹം എന്നാണ് വിനിത ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഫോറൻസിക് പരിശോധനയടക്കം പൂർത്തിയായോ? തന്നെയാണ് തരത്തിൽ ഇവരെ കുഴിച്ചു മൂടിയിട്ടുള്ളത്. മാത്രമല്ല, ഈ മൃതദേഹം കുഴിച്ചു മൂടിയ ശേഷം ചില കോൺക്രീറ്റ് പാളികൾ കൂടിയിട്ട് ആണ് മറവ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ എളുപ്പം കണ്ടെത്തരുത് എന്ന ലക്ഷ്യത്തിൽ കൂടി ഈ പ്രതി ലക്ഷ്യം വെച്ചിരുന്നു. അതിന്റെ ഭാഗമായി കോൺക്രീറ്റ് പാളികൾ കൂടി ഈ മൃതദേഹത്തിന് മുകളിലായി വെച്ചാണ് മറവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിൽ ഫോറൻസിക് സംഘം ഇക്കാര്യം ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. തലയ്ക്ക് തരത്തിൽ പ്ലെയർ ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു നേരത്തെ ജയചന്ദ്രൻ നൽകിയ മൊഴി. തലയ്ക്ക് മാത്രമാണോ പരിക്ക്, മറ്റെവിടെയെങ്കിലും പരിക്കുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഫോറൻസിക് സംഘം ഈ ഘട്ടത്തിൽ പരിശോധിക്കും. മുറിവ് ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായും നഗ്നമായ രീതിയിലാണ് മൃതദേഹം ഇത്തരത്തിൽ ഇവിടെ മറവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. മൃതദേഹം നിലവിൽ എന്തായാലും പുറത്തെടുത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി വരികയാണ്. ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരത്ത്, നിർമ്മാണത്തിലിരുന്ന ഒരു സ്ഥലം തെരഞ്ഞെടുത്തത് അവിടെ ഈ മൃതദേഹം കൊണ്ടുവന്ന് വലിച്ചിഴച്ച്, നേരത്തെ ശരത്തും ദിലീപും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം ഭാരമുള്ള ഒരു സ്ത്രീ ശരീരമാണ്. അത് കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നതിന് ജയേന്ദ്രൻ ഒറ്റയ്ക്ക് സാധിച്ചു എന്നാണോ, അതോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ അന്വേഷണ സംഘം ആ ഒരു സംശയത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? അത്തരം ചില സംശയങ്ങൾ കൂടിയുണ്ട്. കാരണം പ്രതി ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വിജയലക്ഷ്മിയുടെ ശരീരഭാരവും ജയചന്ദ്രന്റെ ശരീരഭാരവും വളരെ വ്യത്യസ്തമാണ്. വളരെ തടിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് വിജയലക്ഷ്മി എന്ന് പറയുന്നത്. ആ രീതിയിൽ ജയചന്ദ്രൻ ഒറ്റയ്ക്ക് ഒരുപക്ഷെ ഈ മൃതദേഹം ഇവിടെ എത്തിച്ച് മറവ് ചെയ്തു എന്നുള്ളത് സംശയാസ്പദമാണ്. മാത്രമല്ല, വീട്ടിൽ നിന്ന് പുറകിലേക്ക് വരണമെങ്കിൽ ചെറിയ മതിലുൾപ്പെടെ കടക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ജയചന്ദ്രൻ ഒറ്റയ്ക്ക് ഈ മൃതദേഹം ഇവിടെ എത്തിച്ച് മറവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്തായാലും മൃതദേഹം ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ ഒരുപക്ഷെ വലിച്ചിഴച്ച് തന്നെയായിരിക്കും എന്നുള്ളതാണ് പോലീസും കണക്ക് കൂട്ടുന്നത്. അക്കാര്യമാണ് ജയചന്ദ്രനും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുള്ളത്. നിലവിൽ അത് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജയചന്ദ്രന് പുറമെ മറ്റാർക്കെങ്കിലും ഈ കൊലപാതകമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ തന്നെ അറിയായിരുന്നോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൂടി ജയചന്ദ്രനോടും ഒപ്പം ജയചന്ദ്രന് പരിചയമുള്ള സുഹൃത്തുക്കളിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സംശയാസ്പദമായി ഉണ്ടെന്നറിഞ്ഞാൽ അവരെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് വൈകാതെ തന്നെ കടക്കുമെന്നുള്ള നിലവിൽ എന്തായാലും ജയചന്ദ്രന്റെ മൊഴിയിൽ മാത്രമാണ് അന്വേഷണ സംഘം ഇവിടെ എത്തുകയും തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ശരത് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരത്ത്, ഈ നിർമ്മാണം നടക്കുന്ന വീടിന്റെ ഉടമയുടെ പ്രതികരണം അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നോ? അയാൾ ഇപ്പോൾ അവിടെയുണ്ടോ?
നിലവിൽ ഈ നിർമ്മാണം നടക്കുന്നത് മനു എന്നൊരാളുടെ സ്ഥലത്താണ്. അതായത് ഇവിടെ വീട് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല, തറക്കല്ലിടൽ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ആൾ മനു എന്ന ആൾ ഈ സമീപവാസിയല്ല, മറ്റൊരു സ്ഥലത്തുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാനുള്ള നടപടികളായിരുന്നു സ്വീകരിച്ചത്. ആ രീതിയിൽ തറക്കല്ലിടൽ ഉൾപ്പെടെ ഒരാഴ്ച മുമ്പ് വിജയലക്ഷ്മിയാണ് മരിച്ചത്. വിജയലക്ഷ്മിയുടെ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് SS. ഒപ്പം കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ. ശരത്ത്, ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നതിനപ്പുറം വിജയലക്ഷ്മിയെ താൻ ഒറ്റയ്ക്ക് കൊലപ്പെടുത്തി എന്ന ഒരു മൊഴി കൂടി ജയേന്ദ്രൻ നൽകുന്ന സാഹചര്യമല്ലേ നമ്മുടെ മുന്നിലുള്ളത്? കൊലപാതകം സംബന്ധിച്ച് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് കൊലപ്പെടുത്തി എന്നുള്ള മൊഴിയാണ് ജയചന്ദ്രൻ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. പക്ഷേ പോലീസ് ഈ പറഞ്ഞതുപോലെ ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കൊലപാതക ശേഷം ഈ മൃതദേഹം ഈ ജയചന്ദ്രൻ ഒറ്റയ്ക്ക് മറവ് ചെയ്യാൻ സാധിക്കുമോ? കാരണം ജയചന്ദ്രന്റെ ശരീരഭാരവും ഈ മരിച്ച വിജയലക്ഷ്മിയുടെ ശരീരഭാരവും വളരെ വ്യത്യസ്തമാണ്. ആ രീതിയിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ടുവരാൻ കഴിയുമോ എന്ന സംശയം പോലീസിനുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിച്ചതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംശയാസ്പദമായോ പോലീസ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ എന്തായാലും പോലീസ് ഇവിടെ എത്തിയിട്ടുള്ളത്. വിശദമായി ഒരുപക്ഷെ ഈ തെളിവെടുപ്പ് കൂടി പൂർത്തീകരിച്ച ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ ജയചന്ദ്രനെ വിശദമായി ചോദ്യം ചെയ്യും. അതിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. നിലവിൽ ഈ മൃതദേഹം കണ്ടെത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച പ്ലെയർ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല പൂർണ്ണമായും വ്യവസ്ഥയാക്കിയാണ് ഈ വിജയലക്ഷ്മിയുടെ മറവ് ചെയ്തിട്ടുള്ളത്. വസ്ത്രം ഉൾപ്പെടെ ശരത്ത്, ഒരു കാര്യം ചെയ്യൂ. ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു മതിലിനോട് ചേർന്ന ഭാഗമല്ലേ? അവിടേക്ക് ആ ശരത്തിന് നീങ്ങാൻ കഴിയുമെങ്കിൽ പോലീസ് ഇപ്പോൾ അവിടെയൊന്നും ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സജിത്തിനോട് കൂടി പറയൂ. അതായത് ഈ മറവ് ചെയ്തിരുന്ന ഭാഗം അത് ജയചന്ദ്രന്റെ വീടിന്റെ അതിരിടുന്ന മതിൽ, അതിനിപ്പുറത്തല്ലേ മനുവിന്റെ സ്ഥലം വരുന്നത്? നിലവിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്കോ നാട്ടുകാർക്കോ ഒന്നും തന്നെ അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവാദം നൽകിയിട്ടില്ല. പോലീസ് ആണ് നടപടികൾ സ്വീകരിച്ചത്. നേരത്തെ മാധ്യമപ്രവർത്തകരുടെ സമീപത്തെ വീടിന് മുകളിലൊക്കെ തന്നെ കയറി വിഷ്വൽ എടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനുപോലും അനുവദിക്കാതെ പോലീസ് ഇത്തരത്തിൽ അവരെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ നമുക്കിപ്പോൾ അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല. പക്ഷേ നിലവിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് അതായത് നമുക്ക് ഇക്കാര്യങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞത് തന്നെയാണ്. അതായത് മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്, വ്യവസ്ഥയാക്കിയ നിലയിലാണ് മൃതദേഹം ഉള്ളത്. മാത്രമല്ല കോൺക്രീറ്റ് പാളികൾ അവിടെ സമീപത്ത് കാണാൻ സാധിക്കുന്നു. ആ രീതിയിൽ മൃതദേഹം മറവ് ചെയ്ത് അതിന് മുകളിൽ കോൺക്രീറ്റ് പാളികൾ കൂടിയിട്ട് മൂടുകയാണ് ഈ ജയചന്ദ്രൻ ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം നമുക്ക് ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന ഭാഗത്തേക്ക് കരുനാഗപ്പള്ളി പോലീസിനോട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ എടുക്കാം.